ശബരിമല മാസ്റ്റർ പ്ലാൻ വരേണ്ട കാലം കഴിഞ്ഞു. അത് വളരെ പഴയ ഒരു മാസ്റ്റർ പ്ലാനാണ് ഇരിക്കുന്നത്. ഇനിയും ഇപ്പോൾ ഉണ്ടാക്കുമ്പോഴും അതിനകത്തും ചില ചേഞ്ചസുകളൊക്കെ വരുത്തണമെന്ന് എനിക്ക് തോന്നുന്നു. ആ കാലഘട്ടത്തിൽ 10-12 വർഷം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ കാലത്തെ മാസ്റ്റർ പ്ലാനാണ്. അതിൽ നിന്നും വ്യത്യാസം ഇനിയും വരുത്തേണ്ടി വരും. മാസ്റ്റർ പ്ലാൻ അത്യാവശ്യമാണ്. ഭക്തജനങ്ങൾക്ക് സൗകര്യം ലഭിക്കണം. നമ്മൾ എത്രയോ ആൾക്കാർ തൊഴുകാനായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ആഗോള സംഗമം നടത്തിയിട്ട് മറ്റുള്ള സ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാരെ കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ആരെയും കൊണ്ടുവരേണ്ട കാര്യങ്ങളൊന്നും ശരിക്ക് ആക്ച്വലി ഇല്ല. നമ്മൾക്കിപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരെ തന്നെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് ഒരു ദിവസം നമ്മൾ 80-85 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അത്രയും ആൾക്കാർ, അതിൽ കൂടുതൽ ആൾക്കാർ നമുക്ക് ഓരോ ദിവസവും വരാനുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആ ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങളെല്ലാം വേണം. കാര്യം അവർക്ക് ക്യൂ നിൽക്കുമ്പോൾ ലഭിക്കേണ്ട സൗകര്യങ്ങൾ, ഇപ്പോൾ വെള്ളം വേണമെങ്കിൽ അത് വേണം, വെയിൽ കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യം, മഴയുള്ളാതെ നിൽക്കാനുള്ള സൗകര്യം, എന്തെങ്കിലും അത്യാവശ്യം വന്ന മെഡിക്കൽ സപ്പോർട്ടുകൾ, ഇതെല്ലാം ആവശ്യമുള്ളൂ. അതൊക്കെ നമ്മുടെ ഈ വികസനത്തിന്റെ പേരിൽ നമുക്ക് കൊണ്ടുവരണം. അതല്ലെങ്കിൽ പോലും വരണം. മാസ്റ്റർ പ്ലാനൊന്നും ഇല്ലെങ്കിൽ തന്നെ വരണം. മാസ്റ്റർ പ്ലാനായിട്ട് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സോപാനം, അവിടുത്തെ ആ അമ്പലത്തിന് ചുറ്റും ഉള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ തന്ത്രിയുടെ റൂം, മറ്റ് ബാത്റൂമുകൾ, ഇതൊക്കെ അവിടെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റിയിട്ടുള്ള ഒരെണ്ണമാണ് മാസ്റ്റർ പ്ലാനിലായിട്ട് മെയിനായിട്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൂങ്കാവനം സംരക്ഷിക്കണം. നമുക്കറിയാം ശബരിമല എന്ന് പറഞ്ഞാൽ വനമേഖലയാണ്. അപ്പോൾ അവിടെ വികസനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയാണ്, വനം വകുപ്പിൻ്റെയൊക്കെ. അപ്പോൾ അവിടെ ഉള്ള സ്ഥലത്ത് വികസനം നടത്തുക, അതോ കൂടുതൽ ഇടങ്ങളിലേക്ക് വികസനം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ അങ്ങയുടെ നിലപാടുണ്ടാകും. ഇപ്പം നമുക്ക് ഉള്ള സ്ഥലം തന്നെ മതി. ശബരിമലയിലുള്ള സ്ഥലം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സ്ഥലങ്ങളുണ്ട്. അതിനകത്തുള്ള വികസനങ്ങളൊക്കെ മതി. കൂടുതൽ നമ്മൾ ശബരിമലയിൽ കയറി വനങ്ങളിൽ കൈവെക്കുന്നതിനകത്തോട്ട് വലിയ താല്പര്യങ്ങളില്ല. നമുക്ക് വനം ഇപ്പോൾ പാർക്കിങ്ങിനും മറ്റുള്ള സാധനത്തിനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്ഥലം ഇല്ലായിക. അത് വേണ്ട, മേളിലല്ല വേണ്ടത്. അത് നിലയ്ക്കലും ഭാഗത്ത് തന്നെയാണ് അതിനുള്ള സൗകര്യമുള്ളത്. ഇപ്പോൾ അതുപോലെ ആ സെമിനാറിൽ എടുത്ത ഒരു പോയിന്റ് എന്നുള്ളത്, ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ച ആചാരങ്ങളായാലും മറ്റ് വിശ്വാസങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബാഹ്യ ഇടപെടലുകൾ വേണം. ദേവസ്വം ബോർഡ് സർക്കാരിനെ പറയുന്നു ബാഹ്യ ഇടപെടലുകൾ വേണ്ട, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഈ ബാഹ്യ ഇടപെടൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് വിശ്വാസമുള്ളവരുടെ ഒരു ഇടപെടലാണ് അതിനകത്ത് വേണ്ടത്, വിശ്വാസമില്ലാത്തവരുടെ ഇടപെടൽ വേണ്ട എന്നാണ് ഒരു അല്ല. ഇപ്പൊ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് മറ്റുള്ള വിശ്വാസത്തിന്റെ അവിടെ ഒരു പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാര്യം ഡെവലപ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ ഐഡിയ ഉള്ളവരും എന്തെങ്കിലും അതിനു വേണ്ടുന്ന സൗകര്യങ്ങളും അവർ ചിലപ്പോൾ ഭക്തനാവണമെന്ന് ചിലപ്പോൾ കാണുകയില്ല. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ശബരിമലയെ നടത്തുന്ന നമ്മുടെ ആചാരങ്ങളിലും ബാക്കിയുള്ള കാര്യങ്ങൾ, വേറെ അപ്പുറത്തൊരു ബിൽഡിംഗ് പണിയുന്ന അതിന്റെ ഫൗണ്ടേഷൻ എങ്ങനെ ഇടണം എന്നുള്ളതൊന്നും ഒരു ഭക്തൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. അതിന് അതിൻ്റെതായ ആൾക്കാർ തീരുമാനിക്കണം. അത്രേ ഉള്ളൂ. ആചാരങ്ങൾ തീർച്ചയായിട്ടും, ആചാരങ്ങളെ തൊട്ട് ഒരു കളിയില്ല. ആചാരങ്ങൾ നമ്മൾ മാറ്റിവെക്കാൻ പറ്റത്തില്ല. ആചാരങ്ങൾ അതേപടി തന്നെ നിലനിർത്തി കൊണ്ടുപോകണം, എന്നാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിന്റെ അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരുത്താനാണെങ്കിൽ ഇപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊന്നും ആയിരിക്കുകയില്ല. നമുക്കറിയരുത്, ന്യൂജൻ പിള്ളേരുകൾ പോകുമ്പോഴും ആചാരങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ പല രീതിയിലായിരിക്കും അവിടെ വരുന്നത്. ആചാരം ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ അമ്പലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. എന്താണ് ക്ഷേത്രം, ഇല്ലേ, അവിടെ ചെന്ന് എങ്ങനെ വേണം, നമ്മൾ ഷർട്ടൂരി അകത്ത് കയറുക, ഇതൊക്കെ ബേസിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യം. ആ ആചാരങ്ങളും ഈ പറഞ്ഞ പോലെ അവിടെ നടത്തേണ്ട, ദേവന് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം അതേപടി തന്നെ ചെയ്യണം. അതിനകത്തൊന്നും ഒരു മാറ്റങ്ങളും കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താനുള്ള അല്ല. ഇപ്പോൾ നമ്മൾ ശബരിമലയെ പറ്റി പറയുമ്പോൾ മതസൗഹാർദ്ദമാണല്ലോ, മതസൗഹാർദ്ദം അതാണ് ലോക പ്രശസ്തം എന്ന് പറയുന്നത്. അത് ഇനിയും തുടരണം എന്ന് തന്നെയാണോ അങ്ങയുടെ നിലപാട്? അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. അതിനെന്താ സംശയം? എന്താ, നമ്മളിപ്പോൾ അവിടെ അയ്യപ്പനെ സംബന്ധിച്ച് ഇന്ന ജാതിക്കാരൊന്നുമില്ല. അവിടെ എല്ലാ ആൾക്കാർക്കും വരാൻ തൊഴുക. പക്ഷെ അത് എത്ര പേര് വരുന്നുണ്ടോന്നുള്ള അവരാണ് തീരുമാനിക്കുക. അവിടെ വേറെ തടസ്സങ്ങളൊന്നുമില്ല, എല്ലാവർക്കും വരാം. കാര്യം അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ നിഷ്ഠയും നോക്കി വരണമെന്ന് മാത്രം, അതേ ഉള്ളൂ. അതിനകത്ത് എനിക്ക് ഒരഭിപ്രായമില്ല. വാവൂരസ്വാമിയുടെ കാര്യത്തിനകത്ത് എനിക്ക് ഒരഭിപ്രായം ഇല്ല, പറയാൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. വാവൂരസ്വാമിയൊക്കെ പണ്ടേ ഉള്ളൊരു സാധനം തന്നെയാണ്. അതിനകത്ത് നമുക്ക് അതൊക്കെ അങ്ങനെ തന്നെ വേണം. കാര്യം അതൊക്കെ പഴയ ആൾക്കാർ വന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഇഷ്യൂവിനകത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഒരു അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ല.
പഴയ കാര്യങ്ങളെല്ലാം അല്ലേ നമ്മൾ തുടർന്ന് പോകുന്നത്. അതിലൊന്നും മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊന്നും ഒന്നുമില്ല. മതസൗഹാർദ്ദം എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും ഒരു ഘടകം എന്നുള്ളത് മനസ്സിലാക്കുക. അല്ല, അത് മതസൗഹാർദ്ദമായിട്ടുള്ള ബന്ധങ്ങളൊന്നും അല്ല അതിനകത്തുള്ള. അത് ഒരു കാര്യം ചെയ്തു പോകുന്നത് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനം. മതസൗഹാർദ്ദം അല്ലാണ്ട് തന്നെ അവിടെ ഉണ്ട്. ഇപ്പോൾ വേറെ ഇപ്പം നമ്മളതല്ല ശബരിമല മാസ്റ്റർ പ്ലാൻ പറയുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് കേന്ദ്രത്തിന്റെ ഫണ്ട് വേണം, സർക്കാരിന്റെ ഫണ്ട് വേണം, ഒപ്പം തന്നെ ഭക്തജനങ്ങളുടെ സഹായവും വേണം. അങ്ങനെയാണോ ഒരു കൂട്ടർ പറയുന്നത്? അപ്പോൾ അത് തന്നെയാണോ യഥാർത്ഥ അങ്ങയുടെ നിലപാട്? ശബരിമല വികസനം ഇതൊക്കെ ഇത് ഉദ്യോഗസ്ഥ തലത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലും നടത്തേണ്ട കാര്യങ്ങൾ. അതിനകത്തൊന്നും നമുക്കൊരു അഭിപ്രായങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഉള്ളത് മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ അവിടെ നടത്തുന്ന കാര്യങ്ങളും ആചാരങ്ങളും കാര്യങ്ങളും എല്ലാം അതേപോലെ നടക്കുക. ഏത് ആരുടെ ഫണ്ടാണ് എന്ത് ഫണ്ടാണ് എന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത് സർക്കാർ അത് എല്ലാം ഇതെല്ലാം അൾട്ടിമേറ്റ് എല്ലാം ഒന്ന് തന്നെയാണല്ലോ വരുന്നത്.